ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവും കൂടിയാണ്. നാളത്തെ പകല് വെള്ളിയാഴ്ചയുടെ പകലാണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മമാണല്ലോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഏത് പ്രശ്നവും പരിഹരിക്കാൻ അത് കാരണമാണ്. തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ്. അല്ലാഹുവിൻ്റെ ധാരാളം അനുഗ്രഹം ചൊരിച്ചു കിട്ടാൻ സലാത്ത് കാരണമാണ്. എല്ലാവരും എഴുന്നേറ്റ് സലാത്ത് ചൊല്ലണം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്ഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി. ഇരുന്നോളൂ. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ അദബ് വേണം. സുബ്ഹാനല്ലാഹ്. അവിടുത്തെ പേര് പറയുമ്പോൾ ഒന്നുമില്ലാത്ത നിലക്ക് ആ പേര് പറയാത്ത മഹാന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യം തന്നെ ഭരിച്ചിരുന്ന ഔറംഗസീബ് രാജാവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഒന്നുമില്ലാതെ ഹബീബ് നബി തങ്ങളെ പേര് പറയാറില്ല. സുഹൃത്തുക്കളെ, ഹബീബിനോടുള്ള ബഹുമാനമാണ്, അവിടുത്തെ പേരിനോടുള്ള ബഹുമാനം അവിടുത്തോടുള്ള ബഹുമാനമാണ്. അവിടുത്തെ നാടായ മദീനയോടുള്ള ബഹുമാനം. മദീനയിൽ നിന്ന് കൊണ്ടുവന്ന കാരക്കയാണെന്ന് പറഞ്ഞാൽ മറ്റ് കാരക്കകളുണ്ടെങ്കിലും നമ്മളെ കാരക്ക വാങ്ങിക്കഴിക്കുമല്ലോ. കാരണം അത് മദീനയോടുള്ള ബഹുമാനമാണ്. മദീനയുടെ സർവ്വ ബഹുമാനവും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. ആ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൂർണ്ണമായും കാരുണ്യമാണ്. അതേ റബ്ബ് പറഞ്ഞത് തന്നെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമാണെന്നല്ലേ ഹബീബ് നബി തങ്ങളെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. അതുകൊണ്ടല്ലേ അവിടുന്ന് ഉപദേശിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളൊരു മരം വെച്ച് പിടിപ്പിച്ചാൽ വമാ കലത്തി ത്വയ്റു മിൻഹു ഫഹുവ ലഹു സദഖ. ആ മരത്തിൻ്റെ മേലെയുള്ള പഴത്തിൽ നിന്ന് വല്ല പക്ഷിയും കഴിച്ചാൽ, നിങ്ങളൊരു മാങ്ങാ മരം, ഒരു മാവ് വെച്ച് പിടിപ്പിച്ചു, പ്ലാവ് വെച്ച് പിടിപ്പിച്ചു, അതിൻ്റെ മേലെ ചക്കയുണ്ടായപ്പോ മാങ്ങയുണ്ടായപ്പോ നിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ട് വളരെ അധ്വാനിച്ച് വാഴ വെച്ചു. ആ വാഴ നിങ്ങൾ നനച്ചു വളമിട്ട് വളർത്തി, അതിൻ്റെ മേലെ കായ ഉണ്ടായപ്പോ അതിൽ നിന്ന് വല്ല പക്ഷിയും കഴിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കണ്ട. ഫഹുവ ലഹു സദഖ. ആ പക്ഷി തിന്നുന്നത് സദഖയാണ് കേട്ടോ. മനുഷ്യർക്ക് മാത്രമല്ലല്ലോ അവിടുത്തെ റഹ്മത്ത്, എല്ലാ ജീവികൾക്കും റഹ്മത്താണ്, എല്ലാവർക്കും റഹ്മത്താണ്, എല്ലാ ജീവികൾക്കും റഹ്മത്താണ്.